ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെയാണ്. പേരും പെരുമയുമുള്ള രാഷ്ട്രീയ നേതാക്കളെ പെരുന്നയിലെ ചടങ്ങിൽ ക്ഷണിക്കുന്നത് നിർത്തിയെന്നും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ സദസ്സിലിരുത്തി സുകുമാരൻ നായർ വിമർശിച്ചു. എല്ലാ പ്രാവശ്യവും ഇഷ്ടാതിഥികളായി വിളിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ. നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടുകൂടി നമുക്ക് എല്ലാ സമുദായത്തിൽപ്പെട്ടവരോടും മതത്തിൽപ്പെട്ടവരോടും ഒരേ സമീപനം ഉള്ളതുമാണ്. രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാം, ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം. അതാണ് വ്യത്യാസം. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, രാഷ്ട്രീയ നേതാക്കളെല്ലാം സദസ്സിലിരുന്നു, വേദിയിൽ രാഷ്ട്രീയ സാന്നിധ്യം ഉണ്ടായില്ല. ശരിദൂരം ശബരിമലയിൽ മാത്രമാണുള്ളതെന്ന് പറഞ്ഞതുവഴി സർക്കാരിന് പൂർണ്ണ പിന്തുണയില്ല, ശബരിമലയുടെ കാര്യത്തിൽ മാത്രമാണ് പിന്തുണയെന്നാണോ ഒരിക്കൽ കൂടി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്? ഡോക്ടർ അരുൺകുമാർ, പതിവിൽ നിന്നും വിപരീതമായി നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ ആരും തന്നെ വേദിയിൽ ഇരുത്താതെ സദസ്സിലിരുത്തിക്കൊണ്ടായിരുന്നു സുകുമാരൻ നായർ ഈ സമദൂര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് NSSന് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും വ്യക്തമാക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിക്കാതെ ഉദ്ഘാടനത്തിന് വേദിയിൽ ഇരുത്താതെയായിരുന്നു ഇന്നത്തെ ഉണ്ടായത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളെ സദസ്സിലിരുത്തിയതിനൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു വിമർശനം കൂടി സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചു. അതായത് മന്നം എന്ന പേര് കൃത്യമായി ഉച്ചരിക്കാൻ പോലും രാഷ്ട്രീയ നേതാക്കൾക്ക്, പേരും പ്രശസ്തിയുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയില്ല എന്നൊരു വിമർശനമായിരുന്നു സുകുമാരൻ നായർ ഉന്നയിച്ചത്. അതോടൊപ്പം ഈ മറ്റ് സാധാരണ വലിയ രീതിയിലുള്ള നേതാക്കളെയൊക്കെ നോക്കി, അല്ലെങ്കിൽ ഒരു പേരും പ്രശസ്തിയുമൊക്കെ നോക്കി വിളിക്കുന്ന നേതാക്കളിൽ നിന്നും ഇത്തരം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നെന്ന കാര്യം കൂടി സുകുമാരൻ നായർ പറഞ്ഞു. അതോടൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് NSSന്റെ നിലപാട്, എന്താണ് രാഷ്ട്രീയ നിലപാട് എന്ന കാര്യത്തിൽ കൂടി കൃത്യമായ വ്യക്തത. അതായത് സമദൂരം തന്നെയാണ് NSSന്റെ നിലപാട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ NSSന്റെ നിലപാട് സമദൂരം തന്നെയാണ്. ആ സമദൂരത്തിലെ ശരിദൂരം എന്ന് പറയുന്നത് അത് ശബരിമല വിഷയത്തിൽ മാത്രമാണ് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പെരുന്നയിൽ നിന്ന് വരുന്നു സമദൂരത്തിന്റെ ശബ്ദം.